ഡോക്ടർ അനീഷ്, കഴിഞ്ഞ ദിവസം കാഷ്വാലിറ്റി നമ്മുടെ ഗൈന കാഷ്വാലിറ്റിയിൽ ഒരു 16 ആഴ്ചയായ ഒരു പേഷ്യൻ്റ്, പ്രഗ്നൻറ്റ് പേഷ്യൻ്റ് ആയിരുന്നു. ഭയങ്കര വേദനയായിട്ട് വന്നു. അപ്പോൾ നമ്മുടെ കുറേ കാരണങ്ങളൊക്കെ ഉണ്ടല്ലോ, ലൈക്ക് മറ്റേ പ്ലാസിൻ്റെ ബ്ലീഡിങ്, പ്ലാസ്റ്റിൻ്റെ ബ്ലീഡിങ്, സെർവിക്സ് ഷോർട്ടാവുക, അങ്ങനെ ഗൈനക്കോളജിക്കൽ സംബന്ധമായ കുറേ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്, ഒബ്സ്റ്ററ്റിക്കൽ സംബന്ധമായ കാര്യങ്ങൾ നോക്കിയിട്ടും പ്രത്യേകിച്ച് കാരണമൊന്നും കണ്ടില്ല. അപ്പോൾ ഈ പ്രഗ്നൻസിയിൽ ഗൈനക്കോളജിക്കൽ അല്ല ഒബ്സ്റ്ററ്റിക് കോസസ് അല്ല എന്തൊക്കെ കാരണങ്ങളുണ്ടായിരിക്കും വയറുവേദന ഉണ്ടാകുന്നത്? രജി സാറേ, നമുക്ക് പ്രഗ്നൻസിയിൽ സാധാരണഗതിയിൽ ഗൈനക്കോളജിക്കൽ കണ്ടീഷൻസ് ആണ് നമ്മൾ ആദ്യമേ എപ്പോഴും സംശയിക്കുന്നത്. അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിലാണ് നമ്മൾ പിന്നെ ബാക്കിയുള്ള കാരണങ്ങളെക്കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് സാറേ. ഒന്നെന്ന് പറയുന്നത് ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള പേഷ്യൻസിൽ യൂറിനറി ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഗ്യാസ്ട്രൈറ്റിസ് വരാം. പിന്നെ ഇപ്പം പലർക്കും ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് പോലെ, ഇപ്പം ഈ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുമ്പോഴത്തേക്കും പേഷ്യൻസിന് പലർക്കും പലതും കഴിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥ വരും. ഈ ഹൈപ്പറമെസിസ് വരുന്ന സമയങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥ, പിന്നെ അങ്ങനെ ഗ്യാസ്ട്രൈറ്റിസ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു 90% ആൾക്കാർക്ക് അതൊക്കെ തന്നെ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും കാരണം. സീരിയസ് ആയിട്ട് നമ്മൾ എപ്പോഴും 3 കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് അപ്പൻഡിസൈറ്റിസ്, രണ്ടാമത്തെന്ന് പറഞ്ഞാൽ കോളിസിസ്റ്റൈറ്റിസ്. പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഈ പേഷ്യൻസ് പ്രീവിയസ്ലി എന്തെങ്കിലും സർജറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ യൂട്രസ് എൻലാർജ്ഡ് ആകുമ്പോൾ ചിലപ്പോൾ ഇവർക്കൊരു ഇൻറ്റസ്റ്റൈൻ ഒബ്സ്ട്രക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. സാർ, സ്റ്റോൺസ് ഉണ്ടെങ്കിൽ അത് വരാം. അതും ഭയങ്കര സിവിയർ ആയിട്ടുള്ള പെയിൻ ആയിട്ട് തന്നെ വരാറുണ്ട്. അതിൽ നമ്മൾ എപ്പോഴും പേടിക്കുന്ന ഒരു 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് കോളിസിസ്റ്റൈറ്റിസ്, അപ്പൻഡിസൈറ്റിസ്, പിന്നെ എന്തെങ്കിലും ഒരു ഇൻറ്റസ്റ്റൈൻ ഒബ്സ്ട്രക്ഷൻ വരികയാണെങ്കിൽ ഈ 3 കാര്യങ്ങളാണ് എപ്പോഴും നമ്മളെപ്പോഴും, കാരണം അതിനൊരു സർജിക്കൽ ഇൻ്റർവെൻഷൻ വേണോ വേണ്ടോ എന്നൊക്കെയുള്ള എപ്പോഴും ഒരു ഡയലമേ നിൽക്കുന്നത്. അതിനകത്ത് 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സാറേ, ഈ നമ്മുടെ അപ്പൻഡിക്സ് ഒക്കെ എന്ന് പറയുമ്പോൾ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ യൂട്രസ് എൻലാർജ്ഡ് ആകുന്നതനുസരിച്ച് അപ്പൻഡിക്സിൻ്റെയൊക്കെ നോർമൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ റൈറ്റ് സൈഡിൽ ലോവർ അബ്ഡോമിനിൽ നിന്ന്, അതായത് നമ്മുടെ റൈറ്റ് ലിയർ ഫോഴ്സ് ചെയ്യുന്ന മുകളിലേക്ക് കുറച്ചും കൂടെ അങ്ങ് മാറി വരും. അപ്പം നമുക്കത് ഒരു ഡയഗ്നോസ് കുറച്ച് ഒരു വലുതായി നിൽക്കുമ്പോഴത്തേക്കും ഈ കണ്ടീഷൻ നമുക്കൊരു നോർമൽ പോപ്പുലേഷനെ കഴിഞ്ഞ് പെട്ടെന്ന് അപ്പം നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരും, ഇത് അപ്പൻഡിസൈറ്റിസ് ആണോ അതോ കോളിസിസ്റ്റൈറ്റിസ് ആണോ എന്നുള്ള ഒരു ഡൗട്ട് വരും. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ വയറ് തൊട്ട് നോക്കുമ്പോഴും ഈ യൂട്രസ് എൻലാർജ്ഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ അബ്ഡോമിനൽ മസിൽസ് എല്ലാം ഇങ്ങനെ സ്ട്രെച്ച്ഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് പലപ്പോഴും ഇത് റിജിഡിറ്റി അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ആളുടെ വയറ് തൊട്ട് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തൊരു ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് ക്ലിനിക്കലി നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പക്ഷേ ഇത് അബ്ഡോമൻ ഡിസ്റ്റൻഡഡ് ആയിട്ടിരിക്കുന്നു, യൂട്രസ് എൻലാർജ്ഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ട്, മസിലൊക്കെ സ്ട്രെച്ച്ഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ടും ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ട് വരും. പിന്നെ 3ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ച്. ഫിസിയോളജിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ സാറിന് അറിയാമായിരിക്കും, ഈ വയറ് വലുതാണ്. അപ്പോൾ കൗണ്ട് എല്ലാം എപ്പോഴും നമ്മൾ ഇത് ഇങ്ങനെ ഒരു ഡയഗ്നോസ് ചെയ്യാനായിട്ട് നമുക്ക് ഡിഫിക്കൽറ്റി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പേഷ്യൻസ് ഒക്കെ ചെയ്യുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് മൊഡാലിറ്റീസ് ഒക്കെ ഈ പ്രഗ്നന്റ് പേഷ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും? ആൾക്കാർക്ക് പേടിയാണ് സാർ. നമുക്ക് യൂഷ്വലി നമ്മൾ ഫസ്റ്റ് നമ്മൾ ക്ലിനിക്കലി നോക്കിയതിന് ശേഷം ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ വിടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ USG എടുത്ത് നോക്കുക. USG ആകുമ്പോഴത്തേക്ക് നമുക്കൊരു ഐഡിയ സേഫ് ആണ്, ബേബിക്ക് സേഫ് ആണ്, അതായത് മദറും ചൈൽഡും സേഫ് ആണ്, റേഡിയേഷൻ ഇല്ല. ആൾക്കാർക്കെല്ലാം ഭയങ്കര പേടിയാണ്. എല്ലാവർക്കും തന്നെ ഈ സ്കാൻ ഒത്തിരി കൂടുതൽ തന്നെ ചെയ്യുന്നത് തന്നെ എല്ലാവർക്കും പേടിയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ വേറെ MRI അങ്ങനെയുള്ള CT ഒക്കെ പറയണേ അവർ ഭയങ്കരമായിട്ട് പേടിക്കും. നമ്മൾ യൂഷ്വലി അൾട്രാസൗണ്ടിൽ മിനിമം നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കും. അതിലൊന്നും കിട്ടുന്നില്ലെങ്കിൽ മാത്രമാണ് പിന്നെ ഫർദർ മൊഡാലിറ്റീസിൽ കഴിയുന്നത് CT നമ്മൾ അവോയ്ഡ് ചെയ്യുക. കാരണം CTക്ക് നമുക്ക് മൾട്ടിപ്പിൾ എക്സ്പോഷേഴ്സിൽ റേഡിയേഷൻസ് വരികയാണ്. CT എടുക്കുന്നത് നമ്മൾ കഴിയുന്നത് അവോയ്ഡ് ചെയ്യാന്നുള്ള. പിന്നെ ലൈഫ് ത്രെട്ടനിങ് ആണ്, ഡയഗ്നോസ് ഒന്നും പറ്റത്തില്ലെങ്കിൽ മാത്രം വളരെ ഇതായിട്ട് റയർ ഇതിൽ മാത്രമേ CT എടുക്കാൻ. പിന്നെ MRIയുടെ ഒരു പ്രശ്നം പറ്റത്തില്ല. MRIയുടെ ഒരു പ്രശ്നം പറഞ്ഞാൽ കുറെ നേരം പേഷ്യന്റ് ഈ കിടക്കണം. പിന്നെ അതെ ക്ലോസ്ട്രോഫോബിയ എഫക്ട് ഒക്കെ ഉള്ള ഭയങ്കര പാടാണ്. അപ്പൊ കഴിയുന്നത് നമ്മൾ അൾട്രാസൗണ്ടിൽ എങ്ങനെയാലും ഡയഗ്നോസ് ക്ലിനിക്കലി കോറിലേറ്റ് ചെയ്ത് വരിക എന്നുള്ളതാണ്. പിന്നെ അടുത്തത് എന്ന് പറയുമ്പോൾ പ്രഗ്നൻസിയിൽ ഇത് നമ്മൾ ഡയഗ്നോസ് ചെയ്തു, പിന്നെ പ്രഗ്നൻസി സർജറി ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര അവർ പാനിക്കാവും. പേഷ്യന്റ് നമ്മൾ അപ്പൻഡിസൈറ്റിസ് ആയിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തു. അത് എനിക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിലായിരുന്നു. അത് അത്ര വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഈ അപ്പൻഡിക്സൈറ്റിസ് അല്ലെങ്കിൽ കോളിസിസ്റ്റൈറ്റിസ് ഒക്കെ നമ്മൾ പലരും വിചാരിക്കും മദറും ചൈൽഡും സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടി സർജറി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നല്ലതെന്ന് പലരും വിചാരിക്കാറുണ്ട്. പക്ഷേ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ ഈ അപ്പൻഡിസൈറ്റിസിനും അല്ലെങ്കിൽ അപ്പൻഡിസൈറ്റിസ് പ്രത്യേകിച്ചും അത്
പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഫീമെയിൽസിൽ ഇത് പെർഫറേറ്റ് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെപ്സിസിലേക്ക് പോകും. അത് കണ്ടീഷൻ മോശമാവും. മദറിൻ്റെയും ചൈൽഡിൻ്റെയും കണ്ടീഷൻ മോശമാവും. അപ്പം ഇൻഡിക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സർജറി ചെയ്യാന്നുള്ളത് തന്നെയാണ് അതിനകത്ത് പറയാറുള്ളത്. അതിനകത്ത് കുറച്ചൊരു സർജനും അനസ്തറ്റിസ്റ്റും ഒരു പ്രിക്കോഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ലൈക്ക് നമ്മുടെ ബേബിയുടെ ഹെൽത്തും മദറിൻ്റെ ഹെൽത്തും നോർമൽ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ സർജറി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് പലപ്പോഴും ഞങ്ങൾ ശ്രദ്ധിക്കാറുള്ളൂ എന്ന് പറഞ്ഞാൽ സാറേ, നമ്മളിപ്പം കീ ഹോൾ സർജറി ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ജനറൽ അനസ്തീഷ്യ ആകുമ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ കിടന്നാൽ അത് മദറിനും ബേബിനൊക്കെ സേഫ്. അത് ആ ഒരു സേഫ് ആയിട്ടുള്ള രീതിയിലുള്ള പെട്ടെന്ന് തീർക്കുക. പിന്നെ അനസ്തീഷ്യ ഡ്രഗ്സ് മറ്റേ ഡാമേജ് വരാത്ത രീതിയിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ പേഷ്യന്റിനെ പൊസിഷൻ ചെയ്യുമ്പോഴും ആ യൂട്രസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനിലേക്ക് ആക്കിയിട്ട് പേഷ്യന്റിനെ കിടത്തിക്കൊണ്ട് ചെറുതായിട്ടൊന്ന് ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനിലേക്ക് കിടത്തിക്കൊണ്ട് സർജറിക്ക് വേണ്ടിയിട്ട് നമ്മൾ പേഷ്യന്റിനെ പൊസിഷൻ ചെയ്യുകയൊക്കെയാണ് നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ കീ ഹോൾ സർജറി ചെയ്യുന്ന സമയത്തുള്ള പോർട്ടൊക്കെ ഇടുമ്പോൾ നമ്മൾ ഓപ്പൺ ടെക്നിക്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട് ഓരോരോ ലെയറായിട്ട് തുറന്ന് അകത്ത് കയറി ഇതിട്ടതിന് ശേഷം കീ ഹോൾ സർജറി ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതും എത്രയും പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കുക. കോംപ്ലിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേഷ്യന്റിനെ സെപ്സിസിലേക്ക് പോയി അത് മദറിന്റെയും ചൈൽഡിന്റെയും സുരക്ഷിതത്വം നമുക്ക് കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഇത് ചെയ്യുന്നത്. അപ്പം നമ്മൾ തുടക്കത്തിലെ ഏർലി പീരീഡിലുള്ള പ്രഗ്നൻസിയിലൊക്കെ നമ്മൾ കീ ഹോൾ സർജറി ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ കുറച്ചുകൂടെ വയറ് വലുതായി കഴിഞ്ഞാൽ പ്രശ്നമാണ് അല്ലേ? സാർ അതും കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. പക്ഷേ കോളിസിസ്റ്റക്ടമി ഒക്കെ അപ്പൻഡിസെക്ടമി ഒക്കെ ചെയ്തിരിക്കുന്ന കണ്ടിട്ടുണ്ട് സാറേ. ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ ചെയ്തിരിക്കുന്ന എൻ്റെ സീനിയർ ആയിട്ടുള്ള സാറുമാർ കോളിസിസ്റ്റക്ടമി ലാപ്രോസ്കോപ്പിക്കലി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് വളരെ സേഫ് ആയിട്ട് പേഷ്യന്റ് പോവുകയും ചെയ്തിട്ടുണ്ട് സാറേ. നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു സിറ്റുവേഷൻ എൻകൗണ്ടർ ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷേ എന്നാൽ പോലും അങ്ങനെ അത് ഡോക്യുമെന്റഡ് ആണ്, അത് ചെയ്യാമെന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ ന്യൂമോപെർട്ടോൺ എന്ന ഗ്യാസിന്റെ പ്രഷർ കുറച്ച് വെച്ചിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. പിന്നെ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നത് ഇപ്പോൾ പ്രഗ്നൻസിയിൽ അപ്പൻഡിക്സോ കോളിസോ അത് എന്തെങ്കിലും ഒരു സർജിക്കൽ സംബന്ധമായ സർജറി ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് എല്ലാവരും കൺസേൺ ആണ് ഇത് പ്രഗ്നൻസി അബോർഷൻ ആകുമെന്നൊരു സംശയം എപ്പോഴും ഉണ്ട് സാർ. അതിനൊരു ചാൻസ് ഉണ്ട്, പക്ഷേ കഴിയുന്നത്രയും അത് ഉണ്ടാവാതെ. പക്ഷെ നമ്മൾ സർജറി അതിന്റെ ഒരു സമ്മതപത്രം അവരോട് പിന്നെ അവർ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചെയ്താന്ന് അല്ലെങ്കിൽ അത് അപ്പൊ അത് എപ്പോഴും നമ്മൾ നോക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഇങ്ങനെയുള്ള അവരോട് ഒരു കൺസേൺ അപൂർവമായിട്ട് ഇപ്പൊ അപ്പൻഡിസൈറ്റിസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സാർ, അല്ലെ കോളിസിസ്റ്റൈറ്റിസ് ഒക്കെ ആണെങ്കിലും സിവിയർ പെയിൻ വന്നു കഴിഞ്ഞാൽ അത് പ്രീടൈം ലേബറിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അത് മാത്രമല്ല, അത് സെപ്സിസ് ആയി കഴിഞ്ഞാൽ മദറിന്റെയും ലൈഫ് എൻഡേഞ്ചർ ആണ്, കൊച്ചിന്റെ ലൈഫ്. അപ്പൊ രണ്ടുപേരുടെ ലൈഫാണ് നമ്മൾ അവിടെ നോക്കേണ്ടി വരുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു പ്രഗ്നന്റ് പേഷ്യന്റിനെ സർജറി ചെയ്യുമ്പം 100% ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ മാത്രമേ നമ്മൾ യൂഷ്വലി എന്ന് പറഞ്ഞാൽ 100% ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. അത് സർജിക്കലി ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ ചെയ്യണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മദറിന്റെ രണ്ടുപേരുടെയും ലൈഫിനെ നമ്മൾ എപ്പോഴും ടേക്ക് കെയർ ചെയ്തുകൊണ്ട് മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ യൂഷ്വലി ശ്രദ്ധിക്കാറുള്ള കാര്യം. പിന്നെ ആസ് യൂഷ്വൽ നമ്മളെല്ലാവർക്കും അതുപോലെ തന്നെയാണ് സാർ കൊടുക്കുന്നത്. പിന്നെ ഡ്രഗ്സ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് ബേബി എന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും വരാത്ത രീതിയിലുള്ള ഡ്രഗ്സ് കഴിയുന്നതും കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സർജറി പ്രഗ്നൻസി ചെയ്ത് കഴിഞ്ഞാൽ പലർക്കും പിന്നെ നോർമൽ ഡെലിവറി പറ്റത്തില്ല, സിസേറിയൻ അങ്ങനെയൊന്നും ഇല്ല സാർ. ഒരു പേഷ്യന്റിനെ കണ്ട് ഒരു ഇപ്പോൾ ഏണ്ട ഒരു 8 മന്ത് കണ്ട്, അപ്പോൾ അവർക്ക് തുടക്കത്തിലെങ്ങാണ്ട് വേറെ കണ്ട് സ്ഥലത്ത് കോളിസിസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, സാറേ ഇങ്ങനെ ചെയ്തുകൊണ്ട് സിസേറിയൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു അത് ഇതോട്ടൊന്നും യാതൊരു ബന്ധമില്ല, നമ്മൾ യൂട്രസിലൊന്നും അല്ലല്ലോ സർജറി ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് നോർമൽ ഡെലിവറി നോക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞു. എല്ലാവർക്കും ഒരു സംശയം, ഇങ്ങനെ ഒരു സർജറി ചെയ്താൽ പിന്നെ സിസേറിയൻ പിന്നെ ഇത് രണ്ടും പറഞ്ഞു. അല്ലാതെ പിന്നെ ബാക്കിയുള്ള ഇപ്പോൾ റീനൽ സ്റ്റോൺ, യൂറിനറി ഇൻഫെക്ഷൻ, ഡയറിയ ഡിസീസ്, അതൊക്കെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യും സാറേ? ഇതൊക്കെ മിക്കവാറും നമുക്ക് കൺസർവേറ്റീവ്ലി മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പം ഗ്യാസ്ട്രൈറ്റിസ് ആണ്, ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മെഡിക്കലി മാനേജ് ചെയ്യാവുന്ന കണ്ടീഷനുള്ളൂ. ഡീഹൈഡ്രേറ്റഡ് ആകാതെ നോക്കണം. പേഷ്യന്റിന് നല്ലപോലെ ഹൈഡ്രേഷനും ORS അതുപോലുള്ള കാര്യങ്ങളും. പിന്നെ ആന്റിബയോട്ടിക് വേണ്ടി വരികയാണെങ്കിൽ ഗ്യാസ്ട്രോഎൻട്രൈറ്റിസിന് ആന്റിബയോട്ടിക് വേണ്ടി വരികയാണെങ്കിൽ ഗ്യാസ്ട്രോഎൻട്രൈറ്റിസിന് ആന്റിബയോട്ടിക് അത് കൺസർവേറ്റീവ് ആയിട്ട് തന്നെ മാനേജ് ചെയ്യാവുന്നതാണ്. സ്റ്റോൺ, ഈ യൂറിട്രിക് സ്റ്റോൺ ആണെങ്കിൽ അത് യൂറോളജിസ്റ്റിനെ കാണിച്ചിട്ട് ആ റീനൽ ഫംഗ്ഷൻ ഒക്കെ ഇമ്പയർഡ് ആണെങ്കിൽ മാത്രം അതിനകത്തൊരു ഇന്റർവെൻഷനൊക്കെ ആവശ്യം വേണ്ടി വരാറുള്ളൂ. പിന്നെ അതുപോലെയുള്ള ഒരു വേറൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ അഡ്ഹസീവ് ഒബ്സ്ട്രക്ഷൻസ് പറഞ്ഞാൽ നേരത്തെ എന്തെങ്കിലും ഒരു സർജറി വിഷയം, അതും നമുക്കൊരു 72 hours നമ്മൾ യൂഷ്വലി പറയാറുള്ളത് ഒരു 72 hours വരെ നമുക്ക് ഇൻറ്റെസ്റ്റൈൻ ഒബ്സ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, സസ്പെക്റ്റഡ് ആണ് അഡ്ഹസീവ് ഒബ്സ്ട്രക്ഷൻ ആണെങ്കിൽ നമുക്കൊരു 72 hours വരെ നമുക്കൊരു ഒബ്സ്ട്രക്ഷനെ നമുക്ക് കൺസർവേറ്റീവ് ആയിട്ട് നോക്കാം. എന്നിട്ട് ഇമ്പ്രൂവ് ആകുന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ
എന്ത് ചെയ്യുക സർജറിയോ വല്ലതും വരുന്ന കണ്ടീഷൻസ് വരുന്നത്. അതിനകത്താണെങ്കിൽ നമ്മൾ അഡ്വസൈഡ് ലൈസൻസ് എന്ന് പറയുന്നത് ഈ ഒട്ടലുകളെയൊക്കെ നമ്മളൊന്ന് റിലീസ് ചെയ്ത് കുടലിനെ നേരെ ഒന്ന് പാസ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു പാത്ത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യുന്നതെന്ന് പറയുന്നത്.